ചാത്തന്നൂർ കിണറുമുക്ക് ദേവി സ്കൂൾ റോഡ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ തുടർന്ന് തകർച്ചയുടെ വക്കിൽ. കേന്ദ്ര സർക്കാർ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പാതയാണ് പൈപ്പ് പൊട്ടലും ശാസ്ത്രീയമല്ലാത്ത അറ്റകുറ്റപ്പണികളും കാരണം നശിച്ചു പോകുന്നത്. 20 വർഷം മുമ്പ് റോഡിന് നടുവിലായി സ്ഥാപിച്ച പൈപ്പുകൾ ഭാരമേറിയ വാഹനങ്ങൾ കയറുമ്പോൾ നിരന്തരം പൊട്ടുന്നു. പൈപ്പ് നന്നാക്കാൻ റോഡ് വെട്ടിപ്പൊളിക്കുന്ന ഉദ്യോഗസ്ഥർ പണി കഴിഞ്ഞ് മണ്ണ് കൂട്ടിയിട്ട് പോവുകയാണ് പതിവ്. ഇത് റോഡിന് നടുവിൽ ശവക്കല്ലറകൾ നിർമ്മിച്ചതുപോലെയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഏറ്റവും കൂടുതൽ വണ്ടികൾ പോകുന്നത് പ്രത്യേകിച്ച് സ്കൂൾ ബസ്, വിമല സ്കൂള്, SN ട്രസ്റ്റ്, ചെറക്കരയിലോട്ട് പോകുന്ന വഴി, ഇതെല്ലാം ഉള്ളതാണ്. ഇത്രയേറെ ബസ്സുകൾ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മാത്രമാണ് വണ്ടികൾ കുറവ്. അല്ലെങ്കിൽ ഈ പറയുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-50 സ്കൂൾ ബസ്സുകൾ ഏറ്റവും കുറഞ്ഞ് പോകുന്ന വഴിയാണ്. മാത്രമല്ല രക്ഷകർത്താക്കൾ ലേഡീസൊക്കെ ബൈക്ക് ഓടിച്ച് ആക്റ്റീവ് ഓടിച്ച് പിള്ളേരെ വിളിക്കാൻ വരുന്നതാണ്. ഇവരൊക്കെ എത്ര തവണ അവിടെ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെന്ന് അറിയാം. ഈ കുഴിയിൽ വീണ് ശ്രദ്ധിക്കത്തില്ല. യാതൊരു മുന്നറിയിപ്പ് ബോർഡും അവിടെ വെച്ചിട്ടില്ല. ഓരോ ദിവസവും പല സ്ഥലത്തായിട്ട് പുതിയ കുഴികൾ രൂപപ്പെടുകയാണ്. ഈ റോഡിന്റെ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര കുഴിയുണ്ട്. അടിയന്തരമായ ഒരു നടപടി ഇതിന് വേണ്ടി ഉണ്ടാവണം. ഓരോ കുഴിക്കും ഓരോരുത്തരെ അടക്കിയേക്കുന്ന രീതിയിലുള്ള നീളവും വീതിയാണ് അതിനുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയേറെ വലിയ കുഴികൾ വന്ന് ഇപ്പോൾ ഒരു കാറ് പോകാനുള്ള വീതി പോലും ഇപ്പോൾ റോഡിന് കറക്റ്റ് നടുക്കൂടാണ് ഈ കുഴികളെല്ലാം വന്നേക്കുന്നത്. കാറ് പോകാനുള്ള വഴി പോലും ഇല്ല. എത്രയും പെട്ടെന്ന് ഇത് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇവിടുത്തെ മെമ്പറെ എല്ലാം മുമ്പ് ഒരുപാട് തവണ അറിയിച്ചിട്ടുള്ളതാണ്. ആര് വിചാരിച്ചിട്ട് ഇതൊരു കാര്യം നടക്കുന്നില്ല. ഈ റോഡ് ഏതാണ്ട് 5 കൊല്ലമായി പ്രധാനമന്ത്രിയുടെ പ്രോജക്റ്റിൽ കൊണ്ടുവന്ന ഏറ്റവും നല്ല റോഡായിരുന്നു. ഇന്ന് ഇത് ഒന്നിനും കൊള്ളാത്ത ഒരു റോഡായിട്ട് മാറിയിരിക്കുകയാണ്. അടിയന്തരമായ ഒരു ഇടപെടൽ അധികൃത ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 1.52 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് വാട്ടർ അതോറിറ്റിയുടെ ദീർഘവീക്ഷണമില്ലാത്ത നടപടികൾ മൂലം നശിക്കുന്നത്. പരിപാലനത്തിനായി അനുവദിച്ച ലക്ഷക്കണക്കിന് രൂപയും ഇതോടെ വെറുതെയാവുകയാണ്. റോഡിന്റെ വശങ്ങളിലൂടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ ദുരവസ്ഥ ഒഴിവാക്കാമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് വെട്ടിപ്പൊളിച്ച ശേഷം പഴയതുപോലെ നന്നാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. മൺകൂനകൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം പാഴാക്കുന്ന ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ റോഡ് എന്ന് പറയുന്നത് JSM കിണറുമുക്ക് റോഡാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി സടക്ക് യോജനയിൽപ്പെടുത്തിയാണ് ഈ റോഡ് ടാർ ചെയ്തത്. അതിന് മുമ്പ് 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും പൈപ്പ് ലൈൻ അശാസ്ത്രീയമായി സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിനകത്ത് ചെറിയൊരു ലോഡ് വണ്ടി പോയാൽ പോലും ആ പൈപ്പുകളെല്ലാം പൊട്ടി വെള്ളം ലീക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പൈപ്പ് പൊട്ടുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ വരും, കുഴിച്ചതിന് ശേഷം 1.5 അടി താഴ്ചയിലാണ് ഈ പൈപ്പ് ഉപയോഗിക്കുന്നത്. ഈ പൈപ്പ് പൊട്ടുകയും ഇത് വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ വന്ന് ഇത് റിപ്പയർ ചെയ്യുകയും റീകോൺക്രീറ്റ് ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്നു. ഇത് ഒരിടത്തല്ല, ഒരു 15-20 സ്ഥലങ്ങളിൽ ഇതേ സ്ഥലം ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി ഇതിലേ പോകുന്ന യാത്രക്കാർക്കും, ബസ് യാത്രക്കാരാണെങ്കിലും നടന്നു പോകുന്നവർക്കും 2 വീലറിൽ പോകുന്നവർക്കെല്ലാം അപകടമാണ്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണം. അതിനുവേണ്ടി വാട്ടർ അതോറിറ്റിയും ചാത്തന്നൂർ പഞ്ചായത്തും ചേർന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇല്ലാത്ത പക്ഷേ ഇത് ജനങ്ങളെ കൂട്ടി ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവുമെന്ന് ഞാൻ ശക്തമായിട്ട് പറയുകയാണ്. എടുക്കുന്ന കുഴികൾ കൃത്യതയോടുകൂടി അടച്ച് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം. അല്ലാതെ കുറച്ച് മണ്ണ് കൂമ്പാരം കൂട്ടി വെച്ച് അതിനകത്തൊരു കുറച്ച് ചെടിയുടെ തണ്ടൊടിച്ച് അതിനകത്ത് കുത്തിവെച്ചിട്ട് പോകുന്നതല്ല വേണ്ടത്. തീർച്ചയായിട്ടും ഇതിന്റെ പണി കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണം. റോഡ് ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം.